ഹലോ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും കുട്ടിക്കഥകളിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞനുറുമ്പിൻ്റെ കഥ. ഒരു സന്ധ്യാസമയം മേരി പൂന്തോട്ടത്തിലിരുന്ന് തൻ്റെ തൂവാലയുടെ അരികു തുന്നുകയായിരുന്നു. അപ്പോഴാണ് ഒരു കുഞ്ഞുറുമ്പ് ആ വഴി വന്നത്. അത് എന്തോ വലിയ തിരക്കുള്ള പോലെ ഓടി വന്ന് അവളുടെ അടുത്തുള്ളൊരു കല്ലിലിരുന്നു. മേരി തൂവാല തുന്നിക്കഴിഞ്ഞിരുന്നില്ല. അവൾക്ക് പെട്ടെന്നൊരു കുസൃതി തോന്നി. തൻ്റെ തൂവാല ആ ഉറുമ്പിൻ്റെ മേലിട്ടാൽ നല്ല രസമായിരിക്കും. അവൾ അങ്ങനെ തന്നെ ചെയ്തു. അവനിപ്പോൾ നല്ല ഇരുട്ടിലായിരിക്കും. അവനിത് ഒരു പ്രശ്നമാകുമോ? ഏയ്, സാധ്യതയില്ല. അതൊരു വളരെ ചെറിയ ജീവിയല്ലേ, മേരി സ്വയം പറഞ്ഞു. മേരി! അകത്തു നിന്നും അമ്മയുടെ ഉറക്കെയുള്ള വിളി കേട്ട് മേരി വേഗം വീട്ടിലേക്ക് ഓടി. ആ തിരക്കിൽ തൂവാലയുടെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന പാവം ഉറുമ്പിൻ്റെ കാര്യം അവൾ മറന്നുപോയി. പാവം കുഞ്ഞനുറുമ്പ്! അവൻ ആ തൂവാലയ്ക്കുള്ളിൽ വട്ടം കറങ്ങി പരക്കം പായുകയായിരുന്നു. അവൻ ആകെ പേടിച്ചു പോയിരുന്നു. അയ്യയ്യോ, എനിക്ക് പുറത്ത് കിടക്കാൻ വയ്യ, ഞാൻ ഇതിനകത്ത് കിടന്ന് മരിച്ചു പോകും. ഇതായിരിക്കും അവൻ ചിന്തിച്ചിട്ടുണ്ടാകുക, അല്ലേ? അന്ന് രാത്രി മഴ പെയ്തു. മേരിയുടെ തൂവാല ആ പൂന്തോട്ടത്തിൽ കിടന്ന് നനഞ്ഞു കുതിർന്നു. അതിരാവിലെ മേരി തൻ്റെ തൂവാല എടുക്കാൻ വേണ്ടി പൂന്തോട്ടത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് അവൾ ആ ഉറുമ്പിൻ്റെ കാര്യം ഓർത്തത്. അവൻ എന്ത് ചെയ്യുകയായിരിക്കും? മേരി ചിന്തിച്ചു. അവൾ ആ തൂവാല എടുത്തു. അതിനടിയിൽ ആ കുഞ്ഞനുറുമ്പ് അനങ്ങാതെ കിടന്നിരുന്നു. അയ്യോ, അത് ഇതിനടിയിൽ കിടന്ന് മരിച്ചു പോയോ? പാവം, ഞാൻ ചെയ്തത് അവനൊരു പ്രശ്നം തന്നെയായിരുന്നു, മേരി പറഞ്ഞു. നീ എന്തിനാണ് ഇത് ചെയ്തത്? ആ സമയം അവിടേക്ക് വന്ന അവളുടെ അച്ഛൻ ചോദിച്ചു. കണ്ടില്ലേ, അതിൻ്റെ ഒരു കാൽ അനങ്ങുന്നുണ്ട്. വേഗം വീട്ടിൽ നിന്നും കുറച്ച് എടുത്തു കൊടുക്കൂ, അദ്ദേഹം പറഞ്ഞു. മേരി വീട്ടിലേക്ക് ഓടി. പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ തേനുമായി തിരിച്ചെത്തി. അവളൊരു പുൽക്കൊടിയെടുത്ത് അതിൻ്റെ തുമ്പ് കൊണ്ട് ഒരു തുള്ളി തേൻ ആ ഉറുമ്പിൻ്റെ തൊട്ടുമുന്നിൽ ഇറ്റിച്ചു കൊടുത്തു. ഉറുമ്പ് പെട്ടെന്ന് തന്നെ ആ തേൻ നക്കിയെടുത്തു. വളരെ വേഗം തന്നെ അത് എണീറ്റു നിന്നു. പിന്നെ അത് ഓടാൻ തുടങ്ങി. അവൻ എവിടേക്കാണ് ഇത്ര തിടുക്കത്തിൽ പോകുന്നതെന്ന് അറിയുമോ? അച്ഛൻ ചോദിച്ചു. എനിക്കറിയില്ല, മേരി നാണത്തോടെ പതിയെ പറഞ്ഞു. അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. എനിക്കറിയാം അവൻ്റെ വീട് എവിടെയാണെന്ന്. ആ ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ, അച്ഛൻ പറഞ്ഞു. ഓ, ഈ ചെറിയ ഉറുമ്പിന് ശരിക്കും ഒരു വീടുണ്ടോ? ഇവൻ ഇവിടെ അടുത്തെവിടെയോ ആണ് താമസിക്കുന്നതെന്ന് ഞാൻ അറിയേണ്ടതായിരുന്നു, മേരി അത്ഭുതത്തോടെ പറഞ്ഞു. എന്തിന്? അത് അവന് ഇഷ്ടപ്പെടണമെന്നില്ല. നീ വിചാരിക്കുന്ന പോലെ അവൻ്റെ വീടത്ര ചെറുതൊന്നുമല്ല. ഒരുപാട് വഴികളും മുറികളുമുള്ള ഒരു കൊട്ടാരമാണ് ഉറുമ്പുകളുടെ വീട്. ആ മുറികളുടെ എണ്ണം നിനക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. അവർ തന്നെ കുഴിച്ചുണ്ടാക്കുന്നതാണ് ആ മുറികളെല്ലാം. അവിടെയാണ് എല്ലാ ഉറുമ്പുകളും ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പോൾ അവൻ അവിടെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാകുമോ? ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകുമോ? മേരിക്ക് ജിജ്ഞാസയായി. പിന്നില്ലാതെ, ഈ കുഞ്ഞുങ്ങളൊക്കെ മുട്ട വിരിഞ്ഞാണ് ഉണ്ടാകുന്നത്. ഈ മുട്ടകളെ വലിയ ഉറുമ്പുകൾ ചുമന്ന് നടക്കും. അവിടെ അച്ഛനുറുമ്പും അമ്മയുറുമ്പും ചെറിയ ഉറുമ്പുകളെ നോക്കാൻ നേഴ്സുറുമ്പുകളും ഉണ്ടാകും. അവയ്ക്കൊന്നും സ്വന്തം കുഞ്ഞുങ്ങൾ ഏതാണെന്നറിയില്ല. അതിലെ വലിയ ഉറുമ്പുകളും എല്ലാം കുട്ടികളെ പരിപാലിക്കും. നമ്മൾ കണ്ടതൊരു നേഴ്സ് ആൻറ്റിനെയാണ്. അവൾ കുട്ടികളെ നോക്കാൻ ഓടുകയാണ്. അവൾക്ക് കുഞ്ഞുങ്ങളുടെ മുഖം കഴുകി കൊടുക്കണ്ടേ, അച്ഛൻ പറഞ്ഞു. ഹായ്, ഇത് നല്ല രസമുള്ള കഥയാണല്ലോ, മേരി കളിയാക്കി. കഥയല്ല മോളെ, കാര്യമാണ്, അച്ഛൻ തുടർന്നു. ഉറുമ്പുകൾ ശരിക്കും തങ്ങളുടെ കുഞ്ഞുങ്ങളെ നക്കിത്തുടച്ച് വൃത്തിയാക്കും. വെയിലുള്ളപ്പോൾ അവർ കുഞ്ഞുങ്ങളെ പുറത്ത് സൂര്യപ്രകാശത്തിൽ കിടത്തും. തണുപ്പ് കാലത്ത് കാറ്റും മഴയും ഏൽക്കാതെ ഏറ്റവും താഴെ കിടത്തു. ജോലിക്കാരായ ഉറുമ്പുകൾ ആണ് അവരുടെ നേഴ്സുമാർ. നമ്മുടെ ആൻറ്റി ജെന്നിയെ പോലെയല്ലേ? ആൻറ്റിയും നമ്മളുടെ കാര്യങ്ങൾ നോക്കുകയും കുഞ്ഞിനെ ഉറക്കുകയും ഒക്കെ ചെയ്യില്ലേ?
അതേ, അത് തന്നെ, അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ടാണോ നമ്മൾ ആൻഡ് ജെന്നി എന്ന് വിളിക്കുന്നത്? മേരിക്ക് സംശയമായി. എടി മണ്ടി, നിന്നെ ആരാ സ്പെല്ലിങ് പഠിപ്പിച്ചത്? അത് ആൻഡ് അല്ല, ഓണ്ടാണ്. എന്തായാലും നിന്റെ ചോദ്യത്തിൽ തെറ്റില്ല കേട്ടോ, അച്ഛൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ സംസാരിക്കുന്നതിനിടയിൽ കുഞ്ഞനുറുമ്പ് ആ മേശയുടെ അരികിലൂടെ താഴെ ഇറങ്ങി പുല്ലിനടിയിൽ അപ്രത്യക്ഷനായി. അവൻ്റെ വീട്ടിലേക്കുള്ള വഴി കണ്ടെത്താനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മേരി പറഞ്ഞു. അതൊക്കെ അവന് കണ്ടെത്തിക്കോളും. എല്ലാ ഉറുമ്പുകൾക്കും ഒരിക്കലും വഴി തെറ്റാതെ അവരുടെ കൂട്ടിലെത്താൻ കഴിയും. നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാനൊരു കാഴ്ച കണ്ടു. ഇതുപോലൊരു കുഞ്ഞുറുമ്പ് എന്തോ ഒരു കഷണം ഭക്ഷണവുമായി പാഞ്ഞു പോകുകയായിരുന്നു. അതിനിടയിൽ ഒരു കിളിയുടെ കൊക്കിൽ നിന്നും ഒരു അത്തിപ്പഴം താഴെ ഈ ഉറുമ്പിൻ്റെ മേൽ വന്നു വീണത്. പാവം അതിനിടയിൽപ്പെട്ട് അനങ്ങാനാകാതെ വിഷമിച്ചു പോയി. അതിനിടയിലാണ് ആ വഴി എത്തിയ മറ്റൊരുറുമ്പ് അതിനെ കണ്ടത്. ആ ഉറുമ്പ് എന്താണ് ചെയ്തത്? അവൻ കൂട്ടുകാരനെ രക്ഷിക്കാൻ പറ്റിയോ? മേരി ചോദിച്ചു. അവൻ ആദ്യം ആ അത്തിപ്പഴം തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അത് നല്ല ഭാരമുണ്ടായിരുന്നു. പിന്നെ അവൻ കൂട്ടുകാരൻ്റെ കാല് പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഞാൻ കരുതി അതിൻ്റെ കാൽ പൊട്ടിപ്പോകുമെന്ന്. പിന്നെ അവൻ തിരികെ ഓടിപ്പോയി. ക്ഷണനേരത്തിൽ അവൻ തൻ്റെ 3 കൂട്ടുകാരുമായി തിരികെ എത്തി. ശരിക്കും? മേരിക്ക് അതത്ര വിശ്വസനീയമായി തോന്നിയില്ല. ശരിക്കും. പിന്നെ കുറച്ചു നേരം അവർ 4 പേരും എന്തോ കാര്യമായി ചർച്ചയിലായിരുന്നു. ഒരുപക്ഷെ അവർ ആ അപകടത്തെ പറ്റിയും തങ്ങളുടെ കൂട്ടുകാരനെ എങ്ങനെ രക്ഷിക്കാമെന്നുമൊക്കെ ചർച്ച ചെയ്യുകയായിരിക്കാം. എന്തായാലും കുറച്ചു കഴിഞ്ഞ് 4 ആളും കൂടി ആ അത്തിപ്പഴം തള്ളി മറിച്ചിട്ട് കൂട്ടുകാരനെ രക്ഷിച്ചു. പിന്നെ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ആഘോഷിച്ചു. അത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. ഉറുമ്പുകൾ ഇങ്ങനെ പരസ്പരം സഹായിക്കുമോ? അതാണ് സത്യം. ഇപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞനുറുമ്പ് തൻ്റെ കൂട്ടുകാരെ ഇവിടെ തേനുള്ള വിവരം അറിയിക്കാനാകും ഓടിയത്. ഹേയ്, അതൊന്നും ആകില്ല. അച്ഛന് വെറുതെ തോന്നുന്നതാണ്. നീ കുറച്ചു നേരം കാത്തു നിൽക്കൂ, അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർക്ക് അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഏതാനും നിമിഷത്തിനുള്ളിൽ കുഞ്ഞനുറുമ്പ് ഒരു കൂട്ടം ഉറുമ്പുകളുമായി അവിടെ എത്തി. കണ്ടില്ലേ, അവൻ വീട്ടിലെത്തി എല്ലാവരെയും തേൻ കണ്ട കാര്യം ധരിപ്പിച്ചു. ഇപ്പോൾ നിനക്ക് എന്തു തോന്നുന്നു? എല്ലാ കുട്ടികളും നമ്മുടെ കുഞ്ഞനുറുമ്പിൻ്റെ പോലെ അനുകമ്പയുള്ളവരും ഉപകാരം ചെയ്യുന്നവരുമാണോ? ഒരിക്കലുമല്ല. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും നല്ല മധുരമുള്ള വല്ല ഞാവൽപ്പഴമോ മറ്റോ കണ്ടാൽ ഒരു പക്ഷേ എൻ്റെ കൂട്ടുകാരോട് പറയണമെന്നില്ല. അത് മുഴുവനും എനിക്ക് തിന്നാലോ എന്നേ ചിന്തിക്കൂ, മേരി പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത്രയും അനുകമ്പയുള്ള ഈ കുഞ്ഞനുറുമ്പുകളെ നീ ഉപദ്രവിച്ചത് ശരിയാണോ? അച്ഛൻ്റെ ചോദ്യം കേട്ട മേരി ഒരു മടിയും കൂടാതെ പറഞ്ഞു. ഒരിക്കലുമല്ല. ഞാനിനി ഒരിക്കലും ആരെയും ദ്രോഹിക്കില്ല. ഈ കഥ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നവരെ ബൈ ബൈ.